നമസ്കാരം. പോലീസിൽ അടിമുടി അഴിച്ചുപണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറെടുക്കുന്നു. മലബാറിലെ പോലീസ് ഏകോപനത്തിന് പുതിയ സംവിധാനം കൊണ്ടുവരികയാണ്. ഗുണ്ടാവേട്ട അടക്കമുള്ള കാര്യങ്ങളിലെ പോലീസിൻ്റെ വീഴ്ചകൾ ചർച്ചയാകുന്നതിനിടെയാണ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരിക്കുന്നതും പുതിയത് വരാൻ പോകുന്ന ഒരു മാറ്റത്തിൻ്റെ സൂചനയാണ് എന്നുള്ള ഒരു തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് വരാൻ പോകുന്നത്. SP റാങ്കിലുള്ളവർ മുതൽ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. പോലീസിന് പുതിയ നയം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഉന്നതതല യോഗം ചേരാൻ പോകുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പല വീഴ്ചകളും വിനയാകുന്നത് സർക്കാരിനാണ് എന്നുള്ളത്. അടുത്ത കാലത്ത് ഇത്തരം സംഭവങ്ങൾ പലതും ഉണ്ടായിരിക്കുന്നു. പോലീസ് ക്രിമിനൽ ബന്ധവും ഗുണ്ടാ പ്രവർത്തനവും ഉൾപ്പെടെയുള്ള വിമർശന ശരങ്ങൾ അത് സർക്കാരിന് നേരെ ഉണ്ടായിട്ടുണ്ട്. പോലീസിൻ്റെ വീഴ്ചകൾ ഉയർത്തി പ്രതിപക്ഷം സർക്കാരിനെ പലപ്പോഴും പ്രതിക്കൂട്ടിലാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഈ യോഗത്തിൽ ചർച്ചയാകാൻ പോവുകയാണ്. ഇതിനൊപ്പം തന്നെ സർക്കാരിന് പുതിയ വിശ്വസ്തന്മാരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിലൊരാൾ ഈ PP സദാനന്ദൻ, കണ്ണൂർ ചെങ്ങളായി സ്വദേശിയാണ്. 2020 PP സദാനന്ദന് SP ആയിട്ടാണ് നിയമനം നൽകുന്നതിനായിട്ട് ആഭ്യന്തര വകുപ്പ് ശുപാർശ ചെയ്തിരുന്നുവെങ്കിലും തലശ്ശേരിയിലെ ഫസൽ വധക്കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതിയുടെ പ്രതികൂല പരാമർശം തിരിച്ചടിയാവുകയായിരുന്നു. അപ്പോൾ അല്ലാത്ത പക്ഷം ഈ സദാനന്ദൻ IPS കിട്ടുമായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുണ്ടായിരുന്നുവെങ്കിൽ 60 വയസ്സുവരെ ഈ മഹാൻ ഈ സർവീസിൽ തന്നെ തുടരാൻ കഴിയുകയും ചെയ്യുമായിരുന്നു. സർക്കാരിൻ്റെ വിശ്വസ്തനായിട്ടും IPS കിട്ടാതെ വിരമിക്കേണ്ടി വരുന്ന അപൂർവം ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് സദാനന്ദൻ. പോലീസ് തലപ്പത്തെ 17 പേർ ഈ മാസാവസാനം വിരമിക്കാനിരിക്കുകയാണ്. അതിൽ SP റാങ്കിലുള്ള 15 പേരാണ് റിട്ടയർ ചെയ്യുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള PP സദാനന്ദനും ഇവരിലൊരാളാണ്. ഇയാളും റിട്ടയർ ആവാൻ പോവുകയാണ്. അങ്ങനെ വടക്കൻ കേരളത്തിൽ CPMൻ്റെ അതിവിശ്വസ്തനാണ് സദാനന്ദൻ എന്ന് പറയുന്നത്. കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച സദാനന്ദനാണ് ഈ മേഖലയിൽ പോലീസിലെ എല്ലാ കാര്യങ്ങളും പ്രധാനമായിട്ടും ഏകോപിപ്പിച്ചിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി കൂടി. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും നല്ല ബന്ധം സദാനന്ദനുണ്ട് എന്നുള്ളതാണ്. സദാനന്ദൻ വിരമിക്കുമ്പോൾ അതുപോലൊരു വിശ്വസ്തനെ പോലീസിൽ വാർത്തെടുക്കുക CPMനും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന് പ്രാധാന്യം ഏറെയാണ് എന്ന് പറയേണ്ടി വരും. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് പോലീസിൻ്റെ ആസ്ഥാനത്ത് യോഗത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ മലബാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മലബാറിലെ പോലീസ് മധ്യനിരയിൽ വലിയ അഴിച്ചുപണിക്ക് തന്നെയാണ് ഇപ്പോൾ സാധ്യതയുണ്ട് എന്നാണ് പറയാൻ കഴിയുന്നത്. അതായത് ഈ സദാനന്ദന് പുതിയ ഉത്തരവാദിത്തങ്ങൾ നൽകുവാൻ സാധ്യതയുണ്ടാണ് അറിയുന്നത്. കാരണം സദാനന്ദൻ അടക്കമുള്ളവരുടെ വിരമിക്കൽ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പോലീസ് സേനയുടെ ഉന്നതതല യോഗം മുഖ്യമന്ത്രി ഇപ്പോൾ വിളിച്ചു ചേർത്തത്. ക്രിമിനലുകളോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ഉണ്ടാകണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി മുഖ്യമന്ത്രി ആ യോഗത്തിൽ ആവശ്യപ്പെട്ടേക്കും. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കടുത്ത വിമർശനങ്ങൾക്കും സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം വിദേശ സന്ദർശനം കഴിഞ്ഞെത്തിയ മുഖ്യമന്ത്രി ഭരണത്തിൽ ഇപ്പോൾ സജീവമായിട്ട് രംഗത്തുണ്ട്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറുമ്പോൾ പോലീസ് സേനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തയ്യാറെടുക്കുന്നത്. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ വിരമിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോലീസിൽ വലിയ അടിമുടി അഴിച്ചുപണിയിലേക്ക് പോകുന്നു. കാരണം മുതിർന്ന IPSകാരിലും ഒക്കെ മാറ്റത്തിന് വലിയ സാധ്യത ഏറുന്നുണ്ട്. 8 ജില്ലാ പോലീസ് മേധാവിമാരെ തന്നെ മാറ്റുന്ന കാര്യം ഇപ്പോൾ ആലോചനയിലുമാണ്. അങ്ങനെ ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾ പോലീസിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനകത്ത് പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ, വിശ്വസ്തരാകുന്നവർ എന്നിവരെ കൂടി പരിഗണിക്കേണ്ടി വരുന്നൊരു സാഹചര്യം. ഇതിൽ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ആളും വളരെ വലിയ വിശ്വസ്തനുമായിട്ടുള്ള ഒരാൾ മാറുമ്പോൾ അത് ഈ മലബാർ മേഖലകളിൽ പാർട്ടിക്കും ഈ ഒപ്പം തന്നെ സർക്കാരിനും വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ള തോന്നലുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ PP സദാനന്ദൻ എന്ന് പറയപ്പെടുന്ന അതിവിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥനെ റിട്ടയർമെൻ്റ് ആവുകയാണ്. പക്ഷേ റിട്ടയർമെൻറ്റ് കാലാവധിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുമോ എന്നുകൂടി ഈ പോലീസിൻ്റെ ഉന്നതതല യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടും. മുഖ്യമന്ത്രി അതിനുവേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പ് കൂടി നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. സദാനന്ദൻ പോലീസിൽ നിന്ന് വിരമിച്ചാലും പോലീസിൻ്റെ ഏതെങ്കിലുമൊക്കെ തലപ്പത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഉൾപ്പെടുത്താൻ കഴിയുമോ അവിടെയൊക്കെ ഉൾപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം പിണറായി വിജയൻ നടത്തുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ അടിമുടി മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. കാരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ സർക്കാരിന് വലിയ ക്ഷതങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.